നമസ്കാരം. ഹൈക്കോടതി അഭിഭാഷകൻ പി.ജി. മനു തൂങ്ങി മരിച്ച സംഭവത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചേക്കില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പി.ജി. മനുവിനെതിരായ ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോയും തുടർ സംഭവങ്ങളുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സംശയമുണ്ട്. വീഡിയോ കൊല്ലം വെസ്റ്റ് പോലീസ് വിശദമായി പരിശോധിക്കും. അന്വേഷണ സംഘം എറണാകുളത്തെത്തി ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കും. കൂടാതെ പീഡന ആരോപണം ഉന്നയിച്ചവരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇക്കഴിഞ്ഞ 13-ാം തീയതി രാവിലെയാണ് ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ പി.ജി. മനു തൂങ്ങി മരിക്കുന്നത്. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനായ മനു കോടതി നടപടികൾക്കായി കൊല്ലത്ത് എത്തിയതായിരുന്നു. പി.ജി. മനു യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. അഡ്വക്കേറ്റ് ബി.എ. ആളൂരിന്റെ അഭിഭാഷക സംഘത്തിൽ പ്രവർത്തിച്ചു വരികയാണ് പി.ജി. മനുവിന്റെ മരണം. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് മുൻ ഗവൺമെന്റ് പീഡക കൂടിയായ പി.ജി. മനു. കർശന വ്യവസ്ഥയോടെ ജാമ്യത്തിൽ തുടരവെയാണ് മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ട് പി.ജി. മനുവിനെതിരെ ലൈംഗിക പീഡനം ആരോപണം ഉയർന്നത്. പി.ജി. മനു യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള മനോവിഷമമാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ മനു കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ആളൂർ വ്യക്തമാക്കി. ദൃശ്യം ചിത്രീകരിച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആളൂർ ആവശ്യപ്പെട്ടു. അഭിഭാഷക വൃത്തത്തിൽ തിളങ്ങി നിൽക്കെ പെട്ടെന്നാണ് പി.ജി. മനു വിവാദങ്ങളിലും കേസുകളിലും അകപ്പെട്ടത്. 1999 അഭിഭാഷകനായി എൻറോൾ ചെയ്ത മനു കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജൂനിയർ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയത്. കോലഞ്ചേരി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് SFIയുടെ ജില്ലാ സമിതി അംഗമായിരുന്നു. പിന്നീട് DYFI കൂഞ്ഞാട്ടുകുളം ബ്ലോക്ക് സെക്രട്ടറിയായി CPMവുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ കൈകാര്യം ചെയ്തിരുന്നു. മനു പിന്നീട് പ്രാക്ടീസ് മൂവാറ്റുപുഴയിലേക്ക് മാറ്റി. ഇതിനിടയിലാണ് ജില്ലാ അഡീഷണൽ പ്രോസിക്യൂട്ടറായി നിയമിതനായത്. സർക്കാർ വാദിയായ കേസുകൾ മനു നന്നായി പഠിച്ചു വധിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായി. ശബരിമല തന്ത്രി കേസ് മനുവിനെ താരമാക്കി. അന്ന് സർക്കാർ അഭിഭാഷകനായിരുന്ന മനുവാണ് കേസിൽ വാദിയായ തന്ത്രിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. തന്ത്രി കേസിലെ വിജയം മനുവിന് നേട്ടമായി. പിന്നീടാണ് മനു NIAയുടെ അഭിഭാഷകനായത്. പാനായിക്കുളം സിമി കേസ്, നാറാത്ത് ആയുധ കേസ് എന്നിവയും ശ്രദ്ധിക്കപ്പെട്ടു. മൂവാറ്റുപുഴ കൈവെട്ട് കേസിന്റെ 2ാം ഘട്ട ട്രയലിലും മനു ഹാജരായി. 2022 മനുവിന്റെ പേരിൽ അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസുണ്ടായത്. തുടർന്ന് സർക്കാർ അഭിഭാഷക സ്ഥാനം രാജിവെച്ചു. അതിജീവിതയുടെ കേസിൽ റിമാൻഡിലായ മനു ജാമ്യത്തിലിറങ്ങി പ്രാക്ടീസ് തുടരുകയായിരുന്നു. അതിനിടെ പുതിയ ചില വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഭർത്താവിനെ രക്ഷിക്കാനായി സമീപിച്ച വീട്ടമ്മയോട് മോശമായി പെരുമാറിയെന്നും അതിൽ മനുവും കുടുംബവും വീട്ടിലെത്തി മാപ്പ് പറയുന്നു എന്ന രീതിയിലുമുള്ള രംഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. കേസ് ഒഴിപ്പിക്കാനായിരുന്നു മാപ്പ് പറച്ചിലെന്നായിരുന്നു പ്രചരണം.